കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി ആ ഗ്രാമങ്ങളിൽ കാത്തുനിന്നത് വലിയ ജനക്കൂട്ടമായിരുന്നു. നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു ലത്തീഫ്. പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിലുണ്ടായിരുന്നവൻ. ഇനി അവനില്ലെന്ന സത്യം പലർക്കും ഉൾക്കൊള്ളാനായിരുന്നില്ല. സൽമ ബീവിയുടെയും ലത്തീഫിൻ്റെയും സാജിദയുടെയും മൃതദേഹങ്ങൾ ജന്മനാടായ പാങ്ങോട്ടേക്ക് എത്തിച്ചു. പള്ളിമുറ്റത്തും സജ്ജീകരിച്ച മദ്രസ ഹാളിലും പൊതുദർശനം. ഒടുവിൽ ഉമ്മയും മകനും മരുമകളും ഒന്നിച്ചു മടങ്ങി. പതിമൂന്നുകാരൻ ഇളയ മകൻ അഫ്സാനെ പെരുമല LP സ്കൂളിന് സമീപം അവസാനമായി കാണാനെത്തിയത് വൻ ജനക്കൂട്ടമായിരുന്നു. പിന്നീട് താഴെ പാങ്ങോട്ടെ പള്ളിയിലെ ഖബറിടത്തിലേക്ക്. പെൺസുഹൃത്ത് ഫർസാനയുടെ മൃതദേഹം വൈകിട്ട് 3 മണിയോടെ വീട്ടിലെത്തിച്ചു. പിന്നീട് ചിറയൻകീഴ് കാട്ടുമുറായ്ക്കൽ ജുമാ മസ്ജിദിലെ ഖബറിടത്തിലേക്ക്. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.